ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂർഡ് ബൈ റിനു. അപ്പോൾ ഇന്ന് ഇക്കാടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇക്കാക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പ്ലാനിങ് തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്ന് യൂബർ വിളിച്ചിട്ട് ഞാൻ റോണക്കിൽ പോയോണ്ടിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ട് അപ്പോൾ അവിടേക്ക് ഷായർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനായിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ റോണക്കിലെത്തി. ഷായർ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷായർ എത്തി. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വാങ്ങിച്ചു. എന്നിട്ട് അവൻ ഇക്കാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ക അവിടെ ജിമ്മിന് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ജിമ്മിൽ പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോഴാണ് ഷായറിൻ്റെ കഫയിൽ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത്. എന്തോ ഒരു കാർഡ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വണ്ടിയിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. ഷായറിനെ കൊണ്ടാണ് ഞാൻ ടീഷർട്ട് അതുപോലെ തന്നെ പാൻറ്റ് ഷൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവനിപ്പോൾ വരുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ബോക്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ചോക്ലേറ്റും അതുപോലെ തന്നെ ഷൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സാധനം കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള ഒരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആ പ്ലാൻ മാറ്റി. ഒരു 1 month മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്ലാനിങ്. എന്നിട്ട് പിന്നെ ഇതാക്കി പ്ലാനിങ്. ഷൂ അതുപോലെ തന്നെ സ്പ്രേ അങ്ങനത്തെ ഐറ്റംസൊക്കെ. അങ്ങനെ ഷാരിക്കാക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒക്കെ ഫോൺ എടുത്തില്ല. അപ്പോൾ മനസ്സിലായി ജിമ്മിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിജിമേലാണ് ഇക്കടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഷോപ്പിലത്തെ വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇക്ക ജിമ്മിന് പോയി ചെയ്യൽ. എന്നിട്ട് അവിടുന്ന് ഒരു 10:30 വരെ ഉണ്ടാവും അവിടെ. ഞങ്ങൾ അവിടെ ഒരു 10:20 അതിൻ്റെ എത്തുമ്പോൾ ഇപ്പോൾ അവിടുന്ന് പോകുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഷോപ്പ്, ഫ്രെയിം സ്പോട്ട്. അങ്ങനെ അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ജിമ്മിൻ്റെ അവിടെ പാർക്കിങ്ങിന് പോയിരുന്നു. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ മേലെയുള്ളതാണ് ജിമ്മ്, സിറ്റി ജിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഷായർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ പൊട്ടിക്കണ സാധനവും സ്നോ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ജിമ്മിന് പോയിട്ട് ഇതുപോലെ പൊട്ടിക്കാനും അതുപോലെ തന്നെ കേക്ക് കട്ടാനൊക്കെ പറ്റുമെന്ന്. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു നല്ല സപ്പോർട്ടായിരുന്നു. നല്ല ഐക്കന്മാരൊക്കെ നല്ല കമ്പനി ആയിരുന്നു. കാണിച്ചേ ഫാരിസ് ജമാലില്ലേ? ഫാരിസ് നാട്ടിൽ പോയി പൊട്ടിക്കാൻ പറ്റുമോ? അതെനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാൻ പറ്റില്ല. കത്തിയുണ്ട്. മുഖത്തൊരു എക്സ്പ്രഷനൊക്കെ ഇട്. സർപ്രൈസ് ആവണേ. എൻ്റെ
വേണ്ട ഷൂവിൻ്റെ സൈസ് 43 പറ്റിയില്ലെങ്കിൽ മാറ്റാം. അതന്നെ പറഞ്ഞത്. പിന്നെ നല്ല പോയിട്ട് നല്ലതാണ് നോക്കിയെടുത്തു. സ്കെച്ചേഴ്സിൻ്റെ ഏത് ബ്രാൻഡിലാണ് കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത്. ഞാൻ അതിൻ്റെ ഓഫീസല്ല എൻ്റെ ഷോപ്പിൽ പോയിട്ട് എടുത്തു. ഞാൻ എടുത്ത് വെക്കറേന്നാണ്. പക്ഷേ ഫെസ്റ്റിവലിൽ അങ്ങനെ ഇക്കാക്ക് നല്ല സർപ്രൈസായി. ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ജിമ്മിലേക്ക് ഞങ്ങൾ വരുന്നു. എന്തെങ്കിലും കേക്ക് കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ജിമ്മിലേക്ക് വരുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നെഹദിയിൽ മന്തി കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.